സ്വന്തം നിലയ്ക്കുള്ള ജനമാണല്ലേ? അതെ. ഇതിലൊപ്പിടും. ഇൻസ്പെക്ടർ, നിങ്ങൾ ഇയാളെ വിട്ടയക്കുകയാണ്. താൻ ആരാതെ അന്വേഷിക്കാൻ? ഇവിടുത്തെ പൗരസമിതിയുടെ പ്രതിനിധി. മീൻ പിടിക്കാനാണെന്നും പറഞ്ഞ് ഇയാളുടെ ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത് കള്ളക്കടത്തിനാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവരെന്താണ് ഈ പറയുന്നത്? ഇൻസ്പെക്ടർ, ഹി ഈസ് ഇൻസൾട്ടിംഗ് മൈ ക്ലയന്റ്. താൻ സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്. ഈ മനുഷ്യനെ ഇവിടുത്തെ ലോക്കപ്പിൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വെള്ളിയും മറ്റ് സാധനങ്ങളും ഈ രാജ്യത്തിന് നഷ്ടപ്പെടും. പൗരബോധമുള്ള ഞങ്ങൾ പൊറുക്കില്ല. താൻ ഇനിയും ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ട. പുറത്തു പോ. ഐ സേ ഗെറ്റ് ഔട്ട്. എന്നെ ഇറക്കി വിട്ടതുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്റെ കൂടെ വന്നവർ പുറത്തുണ്ട്. വെള്ളികടത്തി പൊന്നുവരുത്തും കള്ളന്മാരെ സൂക്ഷിച്ചോ. വെള്ളികടത്തി പൊന്നുവരുത്തും കള്ളന്മാരെ സൂക്ഷിച്ചോ. വെള്ളികടത്തി പൊന്നുവരുത്തും കള്ളന്മാരെ സൂക്ഷിച്ചോ. വെള്ളികടത്തി പൊന്നുവരുത്തും കള്ളന്മാരെ സൂക്ഷിച്ചോ. കുര്യാക്കോസെ മീനല്ല വലയിൽപ്പെട്ടത് വെള്ളിക്കട്ടികൾ. കുര്യാക്കോസെ മീനല്ല വലയിൽപ്പെട്ടത് വെള്ളിക്കടികൾ. വെള്ളികടത്തി പൊന്നുവരുത്തും കള്ളന്മാരെ സൂക്ഷിച്ചോ. വെള്ളികടത്തി പൊന്നുവരുത്തും കള്ളന്മാരെ സൂക്ഷിച്ചോ. കുറ്റവാളികളെ 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 വിട്ടയക്കരുത്. കുറ്റവാളികളെ വിട്ടയക്കരുത്. ബിസിനസിന്റെ കള്ളക്കടത്ത് അവസാനിപ്പിക്കുക. ബിസിനസിന്റെ കള്ളക്കടത്ത് അവസാനിപ്പിക്കുക. ബിസിനസിന്റെ കള്ളക്കടത്ത് അവസാനിപ്പിക്കുക. ഇറങ്ങിപ്പോടാ. ചേട്ടാ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. നീ ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോ ചേട്ടനൊന്നും വിശ്വസിക്കുന്നില്ലല്ലേ? തിരിച്ചു ഫയൽ എനിക്ക് അപ്പലേ തെളിയുമെന്ന് കുര്യാക്കോസ് പോലുള്ള നാളെ കിടക്കില്ല. എടാ ഇറങ്ങിപ്പോവാൻ. ചേട്ടാ, എന്നെ കള്ളനാക്കിയിട്ട് ഇറക്കി വിടണല്ലേ? ഇപ്പോ മനസ്സിലായോ? സ്വാമിയുടെ മിടുക്ക്. പാപ്പി ഔട്ട്. നെക്സ്റ്റ്. കുര്യാക്കോസ് ഔട്ട്. നോട്ട് ഔട്ട്. ഇങ്ങനെ കുട്ടിച്ചാൽ സ്വാമി ഔട്ടാകും എന്നാ എന്റെ ഡൗട്ട്. നോ 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 നോ, സ്വാമി അങ്ങനെ ഇങ്ങനെയൊന്നും ഔട്ടാവൂല. നോ ഡൗട്ട്. സ്വാമി എന്താ ഈ കൊരങ്ങൻ കൊഞ്ഞിനി ചുമക്കുന്നത് പോലെ ഈ ഫയൽ നെഞ്ചത്തടുക്കി പിടിച്ചിരിക്കുന്നത്? സ്വാമി റിലാക്സ്. അയ്യോ, ദുബായിലെ 2000 ബോട്ടിലുള്ള ആർഡേഴ്സിന്റെ കംപ്ലീറ്റ് പേപ്പേഴ്സ് ഇതിനകത്താ. 2000 ബോട്ടോ? അതിനുള്ള തടിയുണ്ടോ സ്വാമി? പരമരഹസ്യം. എന്താ സ്വാമി പരമരഹസ്യം? അത് കോൺഫിഡൻഷ്യൽ. പറയുന്ന ഞാൻ പറയില്ല. അയ്യോ, നിലമ്പൂർ കൂപ്പണെന്ന് ഞാൻ പറഞ്ഞെന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അത് വലിയ കുഴപ്പമാകും. ഞാൻ പറയില്ല. ഓ, ഞാൻ ആരോടും പറയില്ല. താങ്ക് യു. ഈ കൂപ്പുരാരത്തിൽ കുര്യാക്കോസിനെ എതിർക്കുന്നത് ബുദ്ധിയല്ല. അതെന്താ? എന്ത് വില കൊടുത്തും അവനത് പിടിച്ചെടുക്കും. അറിഞ്ഞുകൊണ്ട് തോൽക്കാൻ ഞാൻ പോവില്ല. ഞാൻ പോയല്ലോ. യെസ്. യെസ്. അത് വേണ്ട. ശരി, ഞാൻ ഉടനെ അയക്കാം. ഹലോ ഹലോ. എന്റെ സണ്ണിമലയുടെ എസ്റ്റേറ്റിൽ പോയി. രാജൻ, ക്രസന്റ് ഹോട്ടലിൽ നിന്നാണ് വിളിച്ചത്. ബാറിൽ എന്റെ മകളുണ്ട്. നീ പോയി അവിടെ എങ്ങനെയും വിളിച്ചോണ്ട് വരും.
Don't disturb. I'm sorry. താനേതാ? ഓർക്കാൻ മനസ്സിലാത്തവർ എളുപ്പം മറക്കും. നിങ്ങൾ ഇത്തവണ നിലമ്പൂർ കൂപ്പിലേലത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? ഒരു മത്സരം ഒഴിവാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഈ ലേലത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? തന്റെ കാശ് എനിക്ക് വേണ്ട. എങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കണം. വാക്കോ? കഴിഞ്ഞ തവണ മിസ്റ്റർ തരകൻ പറഞ്ഞതനുസരിച്ച് കരിമലക്കൂപ്പ് ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നു. പകരം ഈ കൂപ്പിൽ നിങ്ങൾ പങ്കെടുക്കില്ല എന്ന് അയാൾ എനിക്ക് ഉറപ്പ് തന്നിരുന്നു. തരകന് ഉറപ്പ് തന്നെങ്കിൽ അവനോട് ചോദിക്കും. ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. കള്ളം, പച്ചക്കള്ളമാണ് നിങ്ങൾ പറയുന്നത്. പറഞ്ഞ വാക്കിനോ കൊടുത്ത ഉറപ്പിനോ കാശിന് വിലയില്ലാത്ത നിങ്ങളെ. ഇത് നിങ്ങളുടെ ഓഫീസ്. ഇവിടെ ഞാൻ നിങ്ങളെ അനുസരിക്കുന്നു. നിലമ്പൂർ വരുമല്ലോ, നമുക്ക് അവിടെ വെച്ച് കാണാം. $25 ലക്ഷം. 25 ലക്ഷം. 25,50,000. 25,50,000. 60,000. 25,60,000. 26 ലക്ഷം. 26 ലക്ഷം. 40 ലക്ഷം. 40 ലക്ഷം. 40 ലക്ഷം. 40 ലക്ഷം ഒരു തരം. 40 ലക്ഷം രണ്ട് തരം. 40,01,000. രാജൻ. യെസ് യെസ്. 40,01,000. 40,01,000. 40,01,000 ഒരു തരം. 40,01,000 രണ്ട് തരം. 45 ലക്ഷം. 45 ലക്ഷം. 45,01,000. 46. 46,01,000. 50 ലക്ഷം. 1. 60 ലക്ഷം. 1. 65 ലക്ഷം. 65,01,000. 66 ലക്ഷം. 66,01,000. എക്സ്ക്യൂസ് മീ, ഈ ലേലത്തിന്റെ ചട്ടങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ.
വിളിച്ച തുകയുടെ 1/3 ഉടനെ കെട്ടിവെക്കണമെന്നല്ലേ? അതിനുള്ള പണം എന്റെ കയ്യിലുണ്ട്. Then you carry on. 66,01,000. 70 ലക്ഷം. 70 ലക്ഷം. ഏതാ കുര്യാക്കോസിനെതിരെ വിളിക്കുന്നവൻ? ആരാണെന്നറിയില്ല. ആരായാലും അവൻ ആള് കൊള്ളാം. 1,10,00,000. 10,01,000. 1,25,00,000. 1,25,00,000. 1,25,00,000 രൂപ. 1,25,00,000 ഒരു തരം. 1,25,00,000 ഒരു തരം. 1,25,00,000 രണ്ട് തരം. 1,25,00,000 രണ്ട് തരം. 1,25,00,000 3 തരം. അപ്പോ നീ എല്ലാവരെയും കളിപ്പിച്ചു. രാജേന്ദ്രിക്കും ഇരിക്കാൻ. മിടുക്കൻ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കുര്യാക്കോസിന് ഇങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. ശരി, മോൾ എവിടെ പോകുന്നു? മകളെ ലാളിച്ചു വളർത്തിയതിന്റെ ശിക്ഷ. രാജൻ, എന്റെ അച്ഛൻ തറവാട്ടുകാരനായിരുന്നു, പക്ഷെ പണക്കാരനായിരുന്നില്ല. എന്റെ മക്കൾക്ക് വേണ്ടി ഈ സ്വത്തുക്കൾ അത്രയും ഞാൻ സമ്പാദിച്ചു. അതിനുവേണ്ടി ഞാൻ സ്വീകരിച്ച മാർഗം പലപ്പോഴും ക്രൂരമായെന്നിരിക്കാം. എന്റെ ലക്ഷ്യം പണം സമ്പാദിക്കലായിരുന്നു. അതിൽ ഞാൻ ജയിച്ചു. എന്നാൽ എന്റെ മകൾ ഇന്നെന്നെ തോൽപ്പിക്കുന്നു. അവൾ ഇന്നെനിക്കൊരു ശാപമാണ്. എന്റെ ദുഃഖം